നീ എവിടെയായിരുന്നു? കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം മെയ് മാസം 1-ാം തീയതി തൊട്ട് തുടങ്ങിയതല്ലേ? ഭഗവാനെ. ഹലോ, എന്റെ മോനെ കണ്ടോ? എന്റെ മോനെ കണ്ടോ ആരെങ്കിലും? മെയ് മാസം 1-ാം തീയതി തുടങ്ങിയതാണ്. കണ്ടോ ആരെങ്കിലും? സന്ധ്യയായി. വരുന്നുണ്ടല്ലേ? ഈ സന്ധ്യ സമയത്ത് ഈ നിന്ന് എത്ര പറഞ്ഞിട്ടുണ്ട് മോനെ നിന്നോട്? നീ എവിടെയായിരുന്നു? കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം മെയ് മാസം 1-ാം തീയതി തൊട്ട് തുടങ്ങിയതല്ലേ? ഇവനെ കൊണ്ട് തോറ്റു ഞാൻ. മോനിങ് വന്നേ. എന്തിനാ ഇത്രയും കാലമായില്ലേ ഞാൻ എന്നെ ദുരിതം അടിക്കാൻ തുടങ്ങിട്ട്? നീ വന്നേ. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങനെ കുടിച്ചു വന്നിട്ട് അമ്മയെ ബുദ്ധിമുട്ടിക്കണം? നീ ബുദ്ധിമുട്ടിക്കോ? നീ വാ. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? നീ ഇങ്ങനെ പോയാല് എന്റെ കാര്യം കഷ്ടത്തിലാവില്ലേ? ദൈവമേ, എന്റെ മോനെ നല്ല ബുദ്ധി കൊടുക്കണേ. 2 വർഷമായില്ലേ മോനെ നിന്റെ കാര്യത്തിൽ ഞാൻ വിഷമിച്ച് നടക്കുന്നത്. എന്നെങ്കിലും ശരിയാവും എന്ന് വിചാരിച്ച് നാമം ജപിക്കിരുന്നിട്ട് നിന്റെ മനസ്സിലുള്ള ആ വിഷമങ്ങളൊക്കെ മാറി കള്ളു കുടിച്ചു. എന്തിനാണ് പിന്നെ നീ കുടിച്ചു നടക്കുന്നത്? അതെ, എനിക്ക് ദേഷ്യം വരും. ഒരമ്മയുടെ വേദന നിനക്കറിയില്ല. അച്ഛനില്ലാണ്ട് വളർത്തി ഉണ്ടാക്കി 44 വയസ്സ് വരെ വളർത്തി. നീ പോ ഇവിടുന്ന്, എനിക്ക് പോ. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? നീ പോ. നീ പോന്ന്. നീ വേണ്ട. ദൈവമേ, എന്റെ മകന് നല്ല ബുദ്ധി കൊടുക്കണേ. ഇനിയെങ്കിലും ഒരമ്മമാർക്കും ഇങ്ങനത്തെ ഒരു ദുരിതം വരല്ലേ? രാമ 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 രാമ. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. 10 മാസം നൊന്ത് പ്രസവിച്ച് നമ്മളെയൊക്കെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ അമ്മയെ ഓർക്കാം. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ആവശ്യമായി വരുന്നു. നമുക്കറിയാം, വെറും 2 വാക്കിൽ ഒതുങ്ങുന്നതല്ല അമ്മ. അമ്മ എന്ന ജന്മത്തിന്റെ മഹത്വം, അമ്മ സ്നേഹത്തിന്റെ അവസാന വാക്ക്. പൊക്കൽക്കൊടിയിൽ തുടങ്ങുന്നു ആ സ്നേഹബന്ധത്തിന്റെ തുടക്കം. പകരം വെക്കാൻ മറ്റൊന്നില്ലാത്തൊരു ആത്മബന്ധം എന്നിങ്ങനെ പോകും അമ്മയുടെ മഹത്വം. അമ്മയാണ് ദൈവം, അമ്മയാണ് കാണപ്പെട്ട ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയുടെ മനസ്സറിയാൻ, അമ്മയെ അടുത്തറിയാൻ നമുക്ക് സാധിക്കും. എന്റെ മകനെ നിങ്ങൾ കണ്ടു? കൃഷ്ണ, എന്റെ മകനെ എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ. നാരായണ നാരായണ, എന്റെ മകനെ ആരെങ്കിലും കണ്ടോ? ഞാൻ ഒറ്റ
ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ മകനില്ലാതെ ജീവിക്കാൻ വയ്യ. അവനെ ഞാൻ എന്തോ ദേഷ്യം കൊണ്ട് പറഞ്ഞു വിട്ടു. എനിക്ക് എൻ്റെ മകനെ കാണിച്ചു തരണേ ഭഗവാനെ കൃഷ്ണ. അമ്മേ, ഓ എന്റെ വന്നോ അമ്മ എവിടെ? വന്നോ മോനെ അമ്മേ, വന്നോ? ഇനിയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി വരട്ടെ മോനെ. അമ്മേ, ആ ഞാൻ അമ്മയെ വിട്ട് ഞാൻ പോവില്ല. വേണ്ട. എന്റെ സ്വന്തം അമ്മയായിട്ട് ഇത്ര കാലം എന്നെ പോറ്റി വളർത്തിയ എന്റെ അമ്മയെ വിട്ട് ഞാൻ പോവില്ല. ഈ അമ്മയെ എന്റെയാണ്, നിങ്ങളുടെയും കൂടി അമ്മയാണ്.